Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 11. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ബലം പ്രാപിക്കേണ്ട അനുഗ്രഹീത ദിനങ്ങളിലാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. ഇതാ ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ആത്മീയമായി ബലം പ്രാപിക്കേണ്ട ഈ അനുഗ്രഹീത ദിനങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പല മേഖലകളിലും ക്ഷീണിതരാണ്, അസ്വസ്ഥരാണ്, ഭാരമുള്ളവരാണ്. കർത്താവേ, ഞങ്ങൾക്ക് ബലം വേണം. കൈകളൊന്ന് കൂപ്പിക്കേ, കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈ സമയത്ത് വിശ്വസിക്കുക, എൻ്റെ ദൈവം എനിക്ക് ബലം നൽകുന്ന ദൈവമാണ്. പ്രത്യേകിച്ച് ഈ അനുഗ്രഹത്തിൻ്റെ നോമ്പ് കാലഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു ഇതെൻ്റെ ജീവിതത്തിൽ ബലം പ്രാപിക്കുന്ന കാലഘട്ടമാണ്. എൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുന്ന സമയമാണ്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില കാര്യങ്ങൾ നീ ക്ഷീണിച്ച വ്യക്തിയായിരിക്കും. ഒരുപക്ഷെ പല സമയങ്ങളിലും പല തീരുമാനങ്ങൾ എടുത്തിട്ടും പരാജയപ്പെട്ട വ്യക്തിയാവും. ചില പാപ ബലഹീനതകൾ നിന്നെ വല്ലാണ്ട് വരിഞ്ഞു മുറുക്കുന്നുണ്ടാവും. സമർപ്പിക്കാം. കർത്താവേ, എനിക്കൊരു വിടുതൽ വേണം. ഈ കാലഘട്ടത്തിൽ കർത്താവെ, ഞാൻ ബലം പ്രാപിക്കണം. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കാം. കർത്താവെ, എനിക്ക് ബലം വേണം. എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തണം, എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തണം. കർത്താവ്, ഞാൻ ആഗ്രഹിക്കുന്നു. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ വലിയ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, നിങ്ങളുടെ ജീവിത വഴികളിലേക്ക്, നിങ്ങളുടെ ബലഹീനതകളിലേക്ക്, നിങ്ങളുടെ പാപ വഴികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ശക്തമായിട്ട് ആഞ്ഞടിക്കട്ടെ. ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. കർത്താവ് ബലം നൽകും. വിശ്വസിക്കാം. കൈയടിച്ചു പാടാം ചേർന്ന് എല്ലാവരും സന്തോഷത്തോടെ. ആമേൻ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പഠിക്കേ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആമേൻ, ആമേൻ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതു. ആദിമസഭയുടെ കൂട്ടായ്മയിൽ വലിയ തീമഴ പെയ്തതുപോലെ ആത്മാവിൻ തീമഴ പെയ്തതു. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആഗ്രഹിക്കാം ചേർന്ന്. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. 2 കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഒരു കാറ്റടിക്കുന്ന അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. തീ കത്തുന്ന അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിലേക്ക് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. ആത്മീയ ബലം, ദുശീലങ്ങൾക്ക് വിടുതൽ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ കൃപയ്ക്കുമേൽ കൃപ കർത്താവേ സംഭവിക്കപ്പെടട്ടെ. ഓ ദൈവമേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കൈകൾ അടിച്ച് ദാഹിച്ചു പ്രാർത്ഥിക്കുന്ന ആമേൻ, ആമേൻ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പഠിക്കേ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഓ കർത്താവേ, സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. വിശ്വസിച്ച്
വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, സംഭവിക്കട്ടെ. Praise the Lord. ഈ ദൈവജനത്തിന്റെ മേൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-ാം തിരുവചനം ഇതാ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും സംഭവിക്കട്ടെ. വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്: സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. നമ്മൾ ബലം പ്രാപിക്കട്ടെ. വലതും ഇടതുമൊക്കെ നിൽക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, ബലം പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹത്തിൻ്റെ നാളുകളിലേക്കാണ്. ഈ നാളുകൾ കർത്താവ് നമുക്ക് നൽകുന്നത് ബലം പ്രാപിക്കാൻ, ആത്മീയമായി ബലം പ്രാപിക്കാനുള്ള അനുഗ്രഹത്തിൻ്റെ, തപസ്സിൻ്റെ, നോമ്പ് കാലത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ ദിനങ്ങൾ. സന്തോഷത്തോടുകൂടെ ഈ നാളുകളിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് ബലം വേണം. പല പ്രശ്നങ്ങളുണ്ട്, പല അസ്വസ്ഥതകളുണ്ട്, സഹനത്തിൻ്റെ തീച്ചൂളയ്ക്കുള്ളിലായിരിക്കും. പക്ഷേ വിശ്വസിക്കണം, കർത്താവെ, ഞങ്ങൾക്ക് ബലം, ഞങ്ങൾക്ക് ബലം. പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. സന്തോഷത്തോടെ കൈകൾ കൂപ്പി പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും ഒക്കെ നിൽക്കുന്നവർക്കൊന്ന് സന്തോഷത്തോടെ സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് ഇരുന്നേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ തപസ്സു കാലഘട്ടം, നോമ്പ് കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ക്ഷീണിക്കാനുള്ളൊരു കാലഘട്ടമല്ല, മറിച്ച് ബലം പ്രാപിക്കാനുള്ള കാലഘട്ടമാണ്. പലരും ചിന്തിക്കുന്നത് ഇനി അങ്ങോട്ട് ക്ഷീണമാണ്, ഇനി അങ്ങോട്ട് പലതുകൊണ്ടും നോമ്പെടുത്ത് ക്ഷീണിക്കാൻ പോണ കാലഘട്ടമാണ് അല്ലേ? ചിലരൊക്കെ താടി നീട്ടാൻ പോകുന്ന സമയമാണ്, ചിലരൊക്കെ പലതരം കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പോകുന്ന സമയമാണ്. പലതരത്തിലുള്ള ക്ഷീണമല്ല, മറിച്ച് ഇത് ചെറിയൊരു വാട്ടമാണ് അല്ലേ? നമ്മൾ ഈ ചോറൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് വാഴയില വെട്ടിയിട്ട് അതൊന്ന് വാട്ടിയെടുക്കത്തില്ലേ? അങ്ങനെ വാട്ടിയെടുക്കുന്ന എന്തിനാ? ആ ഇലയ്ക്കൊരു ബലം കിട്ടാനാണ്. അങ്ങനെ വാട്ടിയെടുത്ത് ഇലയ്ക്കകത്ത് ചോറും കറിയൊക്കെ വെച്ച് നമ്മൾ പൊതിയും എന്നതുപോലെ ഈ നോമ്പ് കാലഘട്ടം നമ്മളെ ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ടുള്ളത്. ഈ വാട്ടം എന്തിനാ? ബലപ്പെടാനുള്ളതാണ്, ബലപ്പെടാനുള്ളൊരു സമയമാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം, പ്രിയപ്പെട്ട ദൈവജനമേ, 1-ാം തിരുവചനം തൊട്ട് വായിക്കുന്നത് യേശു മരുഭൂമിയിൽ ജീവിച്ചതിനെ കുറിച്ചാണ്. നമ്മൾ ശ്രദ്ധയോടെ വായിക്കേണ്ട ഒരു തിരുവചനം ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെയാണ്: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. ജോർദാൻ നദിയിൽ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം. ത്രിയേക ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, മാമോദീസ അവസരത്തിൽ യേശുവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാ ശക്തിയിൽ ഇതാ ഈശോ ജോർദാനിൽ നിന്നും മടങ്ങി വരികയാണ്. എന്നിട്ട് അടുത്തത് എന്താ വചനം? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഏതാത്മാവ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇത് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കണം. നോമ്പ് കാലഘട്ടത്തെ, തപസ് കാലഘട്ടത്തെ ഒരു പക്ഷേ ഏതെങ്കിലും തെറ്റായ തരത്തിൽ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ചിലർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഓ നോമ്പ് കാലഘട്ടം ഇത് കൊള്ളത്തില്ല, ഇതിനി മുഴുവൻ ഉണങ്ങി വരേണ്ട കാലഘട്ടമാണ്, ഇനി ഇറച്ചി മീനൊന്നും ഇല്ല, ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെയല്ലെന്ന് വചനം പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശു ഇതാ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മുടെ ജീവിതത്തിൽ സത്യമല്ലേ? അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല, സഹന വഴികളിലൂടെ പോകാൻ, ത്യാഗ ജീവിതത്തിലൂടെ പോകാനും പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താ? പരിശുദ്ധാത്മാവ്, അത്ഭുതങ്ങളും അടയാളങ്ങളും. സത്യമായും ശരി. പക്ഷേ നമ്മൾ ഓർക്കണം, ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത്. മരുഭൂമിയിൽ 40 ദിനങ്ങൾ ഒറ്റയ്ക്ക് മരുഭൂമിയിൽ ജീവിച്ച ഈശോ കടന്നുപോയ ഞെരുക്കം, വിശപ്പ്, ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങൾ,
ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആവശ്യകത എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ പരിശുദ്ധാത്മാവ് കൃത്യമായ ഒരു ട്രെയിനിങ്ങിലൂടെ, ഒരു പ്രായോഗിക പരിശീലനത്തിലൂടെ ആത്മീയ ബലമാണ് നൽകിയത്. ഈ കാലഘട്ടത്തിൽ നമ്മിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ? നമ്മിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇത് തന്നെ. ഈ നാളുകളിൽ നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ ആത്മീയമായി ബലം പ്രാപിക്കുന്ന ദിനങ്ങളാണ്. യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഒറ്റയ്ക്ക് 40 ദിനങ്ങൾ, വേണമെങ്കിൽ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകാമായിരുന്നു അല്ലേ? എന്നാൽ അങ്ങനെയല്ലെന്ന്. ഒറ്റയ്ക്ക് അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് പിന്നീട് പരസ്യ ജീവിത വഴികളിൽ പലരും ചീത്ത വാക്കുകൾ പറഞ്ഞപ്പോൾ, കുറ്റപ്പെടുത്തുന്ന പരിഹാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ, കല്ലെറിയാൻ കല്ലുകൾ എടുത്തപ്പോൾ ഈശോ ഒറ്റയ്ക്ക് നട്ടെല്ല് നിവർത്തി നിന്ന് അതിനെ സ്വീകരിച്ചു അല്ലേ? കുരിശ് യാത്രയിൽ ഒറ്റയ്ക്ക്, വേറെ ആരുമില്ലെന്ന്, ഒറ്റയ്ക്ക് ഈ ഈശോ ആ കുരിശ് യാത്രയിൽ കുരിശും കൊണ്ടുള്ള യാത്ര ഒറ്റയ്ക്ക്, കുരിശിൽ കിടന്നപ്പോഴും ഒറ്റയ്ക്ക്, അങ്ങനെ ഒറ്റയ്ക്ക് സഹിക്കാൻ ബലം കിട്ടിയതിൻ്റെ പിന്നിൽ 40 ദിവസത്തെ ആ പ്രാർത്ഥനാ ജീവിതമാണ്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ പല പ്രശ്നങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് നമ്മൾ വീണുപോകാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ ബലമില്ലെന്ന്. ഈ ബലം നമ്മൾ സ്വീകരിക്കണം. ഈ ബലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, പത്രോസ് സ്ലീഹായെക്കുറിച്ച് നമുക്കറിയാം. പത്രോസ് സ്ലീഹായെക്കുറിച്ച് ഇപ്പോൾ വായിക്കാൻ പറ്റിയൊരു വചനം പറയട്ടെ. അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതലുള്ള വചനം. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. പത്രോസ് വട്ടം നിൽക്കുക. കർത്താവേ, ഈ സഹനം നമുക്ക് വേണ്ട, ജെറുസലേമിലേക്ക് പോകണ്ട, ഈ സഹനം വേണ്ട. നമ്മുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡാണേ, സഹനം വേണ്ടെന്ന്. ഈശോ ഉടനെ ചെയ്തൊരു പ്രവൃത്തി നമ്മൾ ശ്രദ്ധിക്കണം. 23-ാം തിരുവചനം. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. ഇതാ പത്രോസിനെ ഈശോ ഒരു പൈശാചിക പീഡയുള്ളൊരു വ്യക്തിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് പറഞ്ഞ്, സാത്താനെ, എടാ പിശാച, നീ മാറിപ്പോ എന്ന് പറഞ്ഞാൽ സഹനത്തിനെതിര് നിൽക്കുന്നവൻ അത് ദൈവീക ചിന്തയുള്ളവനല്ല, അവൻ സാത്താനാണെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ചിന്തിച്ചേ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ സഹിക്കുക, ഉപവാസം, പ്രാർത്ഥന. അയ്യോ, അത് ബോറിംഗ് ആണ്, അത് ഇഷ്ടമല്ല. എന്നാൽ അതൊരു പൈശാചിക പീഡയായിട്ടാണ് വചനം പഠിപ്പിക്കുന്നത്. ഈശോ പറയാണ്, എന്താണ്? നിന്റെ ജീവിതത്തിൽ നിനക്കൊരു ദൈവീക ഭാവം വളരേണ്ടിയിരിക്കുന്നു. നിന്റെ സ്വഭാവത്തിൽ നീ ബലപ്പെടേണ്ടിയിരിക്കുന്നു. സഹനത്തെ ചങ്കോട് ചേർത്ത് കൊണ്ട് നടക്കാൻ നിനക്കൊരു ട്രെയിനിങ് ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടി പഠിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് സ്ലീഹ എഴുതി വച്ചിരിക്കുന്ന ഒരു സുന്ദരമായ കാര്യം. പത്രോസ് സ്ലീഹായുടെ 1-ാം ലേഖനം, 1 പീറ്റർ ചാപ്റ്റർ 4 വേഴ്സ് 12-13 തിരുവചനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. കണ്ടോ, ഇതാരായി പറയണേ? പത്രോസേ. നേരത്തെ ഇച്ചിരി സഹനം വന്നപ്പോഴത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞ പത്രോസ് ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചതുപോലെ പരിഭ്രമിക്കരുത്. 13-ാം തിരുവചനം. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഇതാ പത്രോസ് സ്ലീഹ പഠിപ്പിക്കുകയാണ്, നീ സഹിക്കുമ്പോൾ ആ സഹനം കുരിശോട് ചേർത്ത് സഹിക്കണം. ഇങ്ങനെ പത്രോസ് സ്ലീഹായ്ക്ക് വെളിപ്പെട്ടത് എപ്പോൾ മുതലാ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചപ്പോൾ മുതൽ. അതുകൊണ്ടല്ലേ പത്രോസ് സ്ലീഹ എങ്ങനെയാ മരിച്ചത്? തല കീഴായി കിടന്ന് കുരിശിൽ കിടന്നു മരിച്ചു എന്ന് പറഞ്ഞാൽ അത്രമേൽ ത്യാഗം ഏറ്റെടുക്കാൻ പത്രോസ് തയ്യാറായി. ഇത് പത്രോസ് സ്ലീഹായ്ക്ക് മാത്രമല്ല,
പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ ഈ കാലഘട്ടത്തിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മനോഭാവമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 16-17 തിരുവചനം, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. കണ്ടോ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട വചനമാണ്. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. കണ്ടോ, താൻ അനുഭവിക്കുന്ന ഈ സഹനത്തിന് ഒരു മഹത്വമുണ്ടെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. അതല്ലേ കുരിശ് പുഷ്പിച്ചത് ഈസ്റ്ററായിട്ട് മാറുന്നത്. നിന്റെ സഹനങ്ങൾ ഇത് വെറുതെ സഹിക്കാൻ വേണ്ടിയിട്ട് സഹിക്കുന്നതല്ല, വെറുതെ നോമ്പെടുക്കാൻ വേണ്ടി നോമ്പെടുക്കുന്നതല്ല. നമ്മൾ എടുക്കുന്ന ഓരോ ത്യാഗത്തിനും അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. എന്നിട്ട് പൗലോസ്ലീഹ 4-ാം അധ്യായം 18-ാം തിരുവചനം പറയാണ്, ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചുറ്റുവട്ടത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിലല്ല ഞങ്ങളുടെ ശ്രദ്ധ അനശ്വരമാണ്, ഒരിക്കലും നശിച്ചു പോകാത്ത കാര്യങ്ങൾ. പൗലോസ്ലീഹ ഇപ്രകാരം സഹനങ്ങളെ ഏറ്റെടുത്തത് കൊണ്ടാണ് പൗലോസ്ലീഹായുടെ ശുശ്രൂഷ വഴികളിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ നിറഞ്ഞു നിന്നത്. നിങ്ങളൊന്ന് വായിച്ചേ, അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം ഒന്ന് വായിച്ചേ. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. കണ്ടോ, പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ സഹിച്ചത് കൊണ്ടാണ് അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ അദ്ദേഹത്തിന് കൃപ കിട്ടിയത്. എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി എൻ്റെ പ്രിയരെ? ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന ത്യാഗപ്രവൃത്തി, ഉപവാസം, പ്രാർത്ഥന, ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും വേണ്ടാന്ന് വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. ഈശോ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന ജീവിതം 40 ദിനരാത്രങ്ങൾ അടിമുടി ഉള്ളിൽ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തുകയാണ്. ഈ നോമ്പ് കാലഘട്ടം ബലം പ്രാപിക്കാനുള്ള കാലഘട്ടമാണ്. എൻ്റെ പ്രിയരെ, ത്യാഗപ്രവൃത്തികൾ നമ്മുടെ ഉള്ളിൽ ബലം നൽകും. ഈ വലിയ അനുഗ്രഹം ഈ ആരാധന സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, അഭിഷേകത്തിൽ ബലം പ്രാപിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, സ്തുതിക്കുന്നു കർത്താവേ. ഈ ആരാധന സമയം ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈ നോമ്പ് കാലഘട്ടം സഹനത്തിൻ്റെ കാലഘട്ടമല്ല, മറിച്ച് ഇത് ബലം പ്രാപിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ഈ നാളുകളിൽ ഏറ്റെടുക്കുന്ന എല്ലാ ഉപവാസവും പ്രാർത്ഥനയും ത്യാഗപ്രവൃത്തികളും
നമ്മളെ ബലം നൽകുന്ന, ശക്തിപ്പെടുത്തുന്ന കാലഘട്ടമാണ്. നമുക്ക് ഈ നിമിഷം ആഗ്രഹിക്കാം, ദൈവമേ, ഈ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ ബലം പ്രാപിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു. ഒരുപക്ഷെ ശാരീരികമായി ചില ത്യാഗപ്രവർത്തികൾ ഏറ്റെടുക്കാൻ, മാനസികമായ ചില പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വസിച്ചു കൊള്ളുക, ദൈവത്തിൻ്റെ കൃപ, ആ ബലം നമ്മൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഓരോ മേഖലകളിലും കർത്താവ് ഇടപെടുന്ന സമയമാണ്. നമുക്കതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ അനുദിന ജീവിത വഴികളിൽ എനിക്ക് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള ബലം വേണം. നമുക്കെല്ലാവർക്കും 2 കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് നിന്റെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, ഇതാ എൻ്റെ ജീവിതത്തെയാണ് സമർപ്പിക്കുന്നത്. ഈ നാളുകളിൽ എനിക്ക് ആത്മീയമായിട്ട് വളരാനുള്ള ബലം വേണം കർത്താവേ. എൻ്റെ ബോധ്യങ്ങളെ ശക്തിപ്പെടുത്തണം കർത്താവേ. ഞാൻ കടന്നു പോകുന്ന ഓരോ വഴികളിലും ശക്തമായ ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. എല്ലാ മേഖലകളെ സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ, ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേൽ ചൊരിയപ്പെടട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, എൻ്റെ ജീവിത വഴികളെ വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ വേണം ആത്മാവേ, കൃപ വേണം ആത്മാവേ. ചേർന്ന് പ്രാർത്ഥിച്ച് പാടട്ടെ. കൃപ വേണം ആത്മാവേ, ആത്മാവേ, കൃപ വേണം, കൃപ വേണം ആത്മാവേ. ഓ ദൈവമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മരുഭൂമിയിൽ ജീവിച്ച ഈ 40 ദിനരാത്രങ്ങളെ ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും മരുഭൂമി അനുഭവം, ചുട്ടുപഴുത്ത കാറ്റടിക്കുന്ന അനുഭവം, തീക്കകത്ത് നിൽക്കുന്ന അനുഭവം, ഒറ്റയ്ക്കായി പോയ പോലത്തെ അനുഭവം പലപ്പോഴും സംഭവിക്കുമ്പോൾ നീ വിശ്വസിക്കണം, അത് നിന്നെ ബലപ്പെടുത്താനുള്ളതാണ്, നിന്നെ ക്ഷീണിപ്പിക്കാനുള്ളതല്ല, മറിച്ച് നിന്നെ ബലപ്പെടുത്താനുള്ള അനുഭവമാണ്. പത്രോസിന്റെ ജീവിതത്തിൽ കിട്ടിയ അഭിഷേകം, പൗലോസിന്റെ ജീവിതത്തിൽ കിട്ടിയ അഭിഷേകം, ആദ്യകാല ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരുന്ന അഭിഷേകം ഈ കാലഘട്ടത്തിൽ നമ്മിലും സംഭവിക്കപ്പെടാൻ ആഗ്രഹിക്കുക. ദൈവമേ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം എനിക്ക് വേണം. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം എനിക്ക് വേണം. സഹനത്തെ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കാനുള്ള കൃപ വേണം. ദൈവ തിരുമുമ്പിൽ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ട ത്യാഗപ്രവർത്തികൾ ഏതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ എന്ത് ത്യാഗമാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത്? എങ്ങനെയാണ് എൻ്റെ ത്യാഗപ്രവർത്തികൾ? ഉപവാസം, അതോടൊപ്പം തന്നെ ഭക്താനുഷ്ഠാനങ്ങളിൽ എൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, എൻ്റെ ജീവിത വഴികൾ, വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം, കുടുംബത്തോട് ഒരുമിച്ചുള്ള പ്രാർത്ഥനാ ജീവിതം, അങ്ങനെ ഓരോ മേഖലകളെയും ചിന്തിക്കുക. ഏതെല്ലാം മേഖലകളിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈശോയോട് ചോദിക്കുക. ഈശോ നിന്നെ പഠിപ്പിക്കും. നിന്റെ ജീവിതത്തിലെ ചില ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് യേശുവിനോട് ചേർന്ന് ത്യാഗം ഏറ്റെടുക്കുമ്പോൾ ആ ത്യാഗം അനുഗ്രഹത്തിന്റെ, അഭിഷേകത്തിന്റെ ത്യാഗപ്രവൃത്തിയായി മാറും. അങ്ങനെയല്ലേ ഈശോ ബലം പ്രാപിച്ചത് എന്നുള്ളത് പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് വളരാൻ, ആത്മീയമായിട്ട് വളരാനുള്ള കൃപ വേണം. ആ കൃപ ആഗ്രഹിക്കുക. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക. ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചേ, ഈശോയെ, ഇന്ന കാര്യങ്ങളിൽ എനിക്ക് കൃപ വേണം. ഒരു പക്ഷേ ഇതിനു മുമ്പുള്ള നോമ്പ് കാലഘട്ടങ്ങളിൽ പല തീരുമാനങ്ങളും എടുത്ത് പരാജയപ്പെട്ടു പോയവരാവും. ഒരുപക്ഷെ ചിലരുടെ തലയ്ക്കകത്ത് പിശാച് പറയും, നോമ്പൊന്നും എടുക്കണ്ട, ഉപവാസമൊന്നും വേണ്ട, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ. മറ്റുള്ള രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അതല്ല. ഇതാ ഈ അൾത്താര നിന്നോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ചില തീരുമാനമെടുക്കണം. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നിന്റെ മേൽ ഇടപെടും. ആഗ്രഹിക്കണം, കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ സമർപ്പിച്ച് ഈ കാലഘട്ടത്തിൽ ബലം പ്രാപിക്കുന്ന അഭിഷേകം കർത്താവേ എനിക്ക് വേണം. ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആശീർവാദം സ്വീകരിച്ച് ഈ കാലഘട്ടത്തെ നമുക്ക് അഭിഷേകമുള്ളതാക്കി മാറ്റാം. ഹല്ലേലൂയ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്.
കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ മക്കൾക്ക്